രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതികളെക്കുറിച്ചുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണ്. രാഹുലിൽ നിന്ന് നേരിട്ട മോശം അനുഭവങ്ങളോ പീഡനമോ ഏറ്റുപറയാൻ ആരും മൊഴി നൽകാൻ മുന്നോട്ട് വരാത്തതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തടസ്സപ്പെടാൻ കാരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണ പ്രവാഹത്തിന് തുടക്കം കുറിച്ച യുവനടിയും പരാതിയുമായി മുന്നോട്ട് പോകാനില്ല എന്ന് ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. ഇതോടെ യുവനടിയെ പരാതിക്കാരിയാക്കി കേസെടുക്കേണ്ട എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ നടിക്ക് താൽപ്പര്യമില്ലാത്തതിനാൽ നിർബന്ധപൂർവ്വം കേസ് എടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പരാതിയുമായി പോലീസിനെ സമീപിച്ച 5 പേരും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ ഉണ്ടായവരല്ല. ഉയർന്നു വന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ളതാണ് 5 പരാതികളും. ഈ പരാതികളിൽ കേസെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചടി ഉറപ്പാണ്. കേസ് പൊളിഞ്ഞാൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പൊതുരംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ ക്ലിപ്പിൽ ഉൾപ്പെട്ട യുവതിയുമായി ഒത്തുതീർപ്പിലെത്തിയ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനത്തിനെത്തിയത്. ഓഡിയോ ക്ലിപ്പിൽ ഉൾപ്പെട്ട യുവതിയും പരാതി നൽകാനോ മൊഴി നൽകാനോ തയ്യാറായിട്ടില്ല. ഇതോടെ പീഡന പരാതികളിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോഴുള്ളത്. പോലീസ് മേധാവിക്ക് ലഭിച്ച വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് കേസെടുത്തുകൊണ്ട് അന്വേഷണം തുടങ്ങിയത്. എന്നാൽ ഇതുവരെയും നേരിട്ടുള്ള പരാതികൾ ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല. പരാതിയില്ലെങ്കിലും ഔദ്യോഗികമായി നേരിട്ട് കോടതിയിൽ സമർപ്പിക്കാനുള്ള തെളിവുകളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുമില്ല. ഈ ഘട്ടത്തിലാണ് ആരോപണം ഉന്നയിച്ച ഇരകളെ അങ്ങോട്ട് സമീപിച്ചുകൊണ്ട് അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയത്. രാഹുലിനെതിരെ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ കൊച്ചിയിലെ യുവനടിയിൽ നിന്നും പ്രാഥമിക മൊഴിയെടുപ്പും നടത്തിയിരുന്നു. രാഹുൽ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന് യുവനടി മൊഴി നൽകുകയും ചെയ്തിരുന്നു. പിന്നാലെ നടന്ന ശല്യം ചെയ്തതിന്റെ തെളിവായി രാഹുലിൽ നിന്ന് ലഭിച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ളവ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. മൊഴി നൽകുകയും തെളിവുകൾ കൈമാറുകയും ചെയ്തുവെങ്കിലും കേസും കൂട്ടവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് യുവനടിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ യുവനടിയെ പരാതിക്കാരിയായി കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകളുടെ അനുഭവവും ക്രൈംബ്രാഞ്ചിനെ പിന്നോട്ട് വലിയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. യുവനടിയെ സാക്ഷിയാക്കി കേസുമായി മുന്നോട്ട് പോകാനാവുമോ എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. അത് ഫലം കാണുമോ എന്ന് കണ്ടു തന്നെ അറിയണം. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണയോടെ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമ്മേളന കാലത്ത് ഇനി സഭയിലേക്ക് വന്നേക്കില്ല. രാഹുലിനെ പിന്തുണയ്ക്കുന്ന നേതാക്കൾ ഇത് സംബന്ധിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ഉറപ്പ് നൽകിയതായാണ് സൂചന. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അടക്കമുള്ള നേതാക്കളുടെ ചരമോപചാരം നടക്കുന്ന ദിവസമായതിനാൽ തന്നെ പ്രതിഷേധ സ്വരം ഉയരില്ലെന്ന കണക്കുകൂട്ടലിലാണ് AP അനിൽകുമാറും PC വിഷ്ണുനാഥും ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഭയിലെത്തിച്ചത്. ഈ സഭാ സമ്മേളനത്തിൽ ഒരു ദിവസമെങ്കിലും എത്തിയില്ലെങ്കിൽ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് അപേക്ഷ നൽകേണ്ടി വരുമായിരുന്നു. അത് വീണ്ടും സഭാതലത്തിൽ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് കരുതിയാണ് രാഹുലിനെ സഭയിൽ എത്തിച്ചതെന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നേതാക്കൾ പറയുന്നുമുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും ഇങ്ങനെ ബോധ്യപ്പെടുത്തി തന്നെയാണ് AP അനിൽകുമാറും ഷാഫി പറമ്പിലും ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിൽ എത്തിച്ചത്. AP അനിൽകുമാർ കർശന നിലപാട് എടുത്തിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരില്ലായിരുന്നു എന്ന് കരുതുന്നവരും കോൺഗ്രസിൽ തന്നെയുണ്ട്. KC വേണുഗോപാൽ ഗ്രൂപ്പിന്റെ കേരളത്തിലെ അവസാന വാക്കായ അനിൽകുമാറിന്റെ അഭിപ്രായങ്ങളെ KC വേണുഗോപാലിന്റെ നിലപാടായി തന്നെയാണ് വായിക്കപ്പെടുന്നതും. ഷാഫി പറമ്പിലിനോട് അളവിൽ കവിഞ്ഞ വിധേയത്വം പുലർത്തുന്ന AP അനിൽകുമാറിന്റെ സമീപനങ്ങൾ KC വേണുഗോപാലിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ ദോഷകരമായി മാറുന്നുമുണ്ട്. നിയമസഭയിലേക്കുള്ള വരവിൽ രാഹുലിനെ അനുഗമിച്ച യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നീക്കം തുടങ്ങിയിട്ടുമുണ്ട്.